നമ്മുടെ നാട്ടിൽ എഡ്യൂക്കേഷനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇല്ലാഞ്ഞിട്ടല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ ഓപ്പർച്യൂണിറ്റീസ് ആളുകൾ മുതലെടുക്കാഞ്ഞിട്ടാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സ്വകാര്യ സർവകലാശാലകൾ പണ്ടേ വരേണ്ടതായിരുന്നു. കാരണം എപ്പോഴും എഡ്യൂക്കേഷനിൽ നല്ലൊരു കോമ്പറ്റീഷനും മറ്റു കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യുന്നത് എന്തായാലും നല്ലതാണ്. പ്രോബ്ലി ഒരു അപ്പർ ക്ലാസ് ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങൾ കൂടുതൽ ആക്സസിബിൾ ആവും. പക്ഷേ അപ്പോഴും എത്രത്തോളം ക്വാളിറ്റിയിൽ നമുക്ക് സ്വകാര്യ യൂണിവേഴ്സിറ്റികളെ നമുക്കില്ലാത്തതുള്ളൂ, സ്വകാര്യ കോളേജുകൾ നമുക്കുണ്ടല്ലോ. നമ്മുടെ സ്വകാര്യ കോളേജുകളിൽ എത്രത്തോളം ക്വാളിറ്റി ഉണ്ട്? കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജിൽ ഭൂരിഭാഗം എണ്ണത്തിലും 30% താഴെ മാത്രമാണ് റിസൾട്ട് ഉള്ളത്. അപ്പോൾ അത് പ്രൈവറ്റൈസ്ഡ് അല്ലാത്തതിൻ്റെ പ്രശ്നമല്ല, നേരെ മറിച്ച് പ്രൈവറ്റൈസ്ഡ് ആയിട്ടും നമുക്കൊരു പ്രോപ്പർ സിസ്റ്റം ഇല്ലാത്തതിൻ്റെയും ബേസ് ലെവലിൽ നമ്മുടെ പ്രൈമറി എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നത്തെ സോൾവ് ചെയ്യാതെ നമ്മൾ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ബാൻഡേഡ് കെട്ടിയിട്ട് കാര്യമില്ല, ക്യാൻസർ ട്രീറ്റ് ചെയ്യാൻ ബാൻഡേഡ് കെട്ടിയിട്ട് കാര്യമില്ല. അപ്പോൾ താഴെ ലെവലിൽ നിന്നുള്ള ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ ഈ സ്വകാര്യ സർവകലാശാലകളും മറ്റു എല്ലാ കാര്യങ്ങളും എക്സ്ട്രീംലി ഫ്രൂട്ട്ഫുൾ ആവും. അതില്ലാത്ത കാലത്തോളം നമ്മൾ എന്ത് സിസ്റ്റം കൊണ്ടുവന്നാലും അതെന്താവും, അത് അൾട്ടിമേറ്റ്ലി ഫെയിലിയർ ആയി മാറുമെന്നാണ് തോന്നിയിട്ടുള്ളത്.